ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ആ സത്യം നമ്മുടെ നയനൻ്റെ അടുത്ത് തുറന്ന് പറയാണ്. ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഒരു രഹസ്യം പാടില്ലെന്ന് നിന്നോട് പറഞ്ഞത് ഞാനാ. എനിക്കൊരു വിഷമം ഉണ്ടായപ്പോൾ ഞാൻ അത് നിന്നോട് തുറന്ന് പറയാണ്ട് ഞാൻ അതെൻ്റെ ഉള്ളിൽ ഒതുക്കി നടന്നു. എന്നാൽ ഇനിയും ഞാൻ അത് പറയാതിരുന്നാൽ എനിക്കത് ശ്വാസം മുട്ടും. നീ ഒരിക്കലും സങ്കല്പിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിന്നോട് തുറന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ ആദർശ് നമ്മുടെ നയനയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാണ്. ഞാനല്ല ചന്തുമോളുടെ അച്ഛന്. അനഘയെ എനിക്ക് അറിയേ പോലും ഇല്ല. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ അവളെ കാണുന്നത്. പക്ഷെ അവളുടെ വീട്ടിൽ ആ ഫോട്ടോ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. ഇതാരോ കരുതി കൂട്ടി ചതിച്ചതാ എന്നൊക്കെ പറയാണ്. പഠിക്കുന്ന കാലത്ത് പോലും ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല, ആരുടെ പിന്നാലെയും പോയിട്ടില്ല എന്നൊക്കെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നയന ആദർശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശേഷം നയന പറയാണ്, ഇത് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല ആദർശേട്ടാ. എനിക്ക് എന്നേക്കാളും ആദർശേട്ടന് നല്ല വിശ്വാസമാണെന്നൊക്കെ പറയാം. പിന്നെ ഞാൻ എന്തിനാണെന്നറിയോ ആദർശേട്ടൻ്റെ അടുത്ത് കുറച്ച് സീരിയസ് ആയി നിന്നത്. ഇത്ര നിസ്സാര കാര്യം പോലും എൻ്റെ അടുത്ത് മറച്ചു പിടിച്ചില്ലേ, അതുകൊണ്ടാ എന്നോട് പറയാതിരുന്നോണ്ടാന്നൊക്കെ പറയാം. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ എന്നോടായിരുന്നില്ല അത് ആദ്യം പറയേണ്ടത്. എന്നിട്ടും ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യാതിരുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശിൻ്റെ അടുത്ത്. എൻ്റെ ആദർശേട്ടനെ മുത്തശ്ശന് ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആദർശേട്ടനെ വിശ്വസിക്കാണ്ടിരിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ശേഷം നയന പറയുന്നുണ്ട്, എനിക്ക് ചന്തുമോളെ ഭയങ്കര ഇഷ്ടമായി ആദർശേട്ടൻ, നമുക്ക് തന്നെ അവളെ വളർത്താം എന്നൊക്കെ പറയാം. ഒരു സ്വഭാവ ഗുണവും ഇല്ലാഞ്ഞിട്ട് കൂടി ആദർശേട്ടൻ്റെ മുത്തശ്ശിയും കൂടെ അപ്പച്ചയെ ഏറ്റെടുത്ത് വളർത്തിയില്ലേ, എന്ന മാതിരി നമുക്കൊന്ന് ചന്തുമോളെ വളർത്താമെന്ന് പറയാം. എന്നെ ചന്തുമോളെ നയനമ്മ എന്നാണ് വിളിക്കണത്. ഇനി ആദർശേട്ടനെ അങ്കിൾ എന്നുള്ള വിളി മാറ്റിയിട്ട് അച്ചാന്ന് വിളിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ഒരു മരണമൊഴി മാതിരിയാണ് അനഘ മുത്തശ്ശനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിരുന്നത്. അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോൻ തന്നെയാണ് ചന്തുമോള അച്ഛനെന്ന് പറഞ്ഞതെന്ന് പറയാം. എനിക്ക് നല്ല സംശയമുണ്ട്, അബിയുടെ മകൾ തന്നെയാണോ ഈ ചന്തുമോൾ എന്നെന്ന് ആദർശ് നമ്മുടെ നയനൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആദർശ് കിരണെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും നയന തൻ്റെ കൂടെ നിൽക്കുന്ന സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ കിരണിൻ്റെ അടുത്ത്. അങ്ങനെ കിരൺ പറയാണ്, അബിയുടെയും ചന്തുമോളുടെയും മുടി കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് DNA ടെസ്റ്റ് ചെയ്യിപ്പിക്കാം എന്ന്. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്